ഏക സിവിൽ കോഡ് നടപ്പിലാക്കുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങൾക്കെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തെ കൂടുതൽ സംഘർഷഭരിതമാക്കുകയാണ്. മധ്യപ്രദേശിലെ ഭിന്ദിൽ രജപുത്ര സംഘടനയായ കർണി സേന നടത്തിയ പ്രതിഷേധം അത് വലിയ അക്രമത്തിലേക്ക് നീങ്ങിയതോടെ BJP സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഏക സിവിൽ കോഡ് ബില്ല് രാജ്യത്തെ ബഹുസ്വരതയ്ക്ക് എത്രത്തോളം ഭീഷണിയാകുന്നുവെന്ന ചോദ്യം വീണ്ടും ശക്തമായി ഉയർന്നിരിക്കുകയാണ്. ഭിന്ദിലെ പ്രധാന കേന്ദ്രമായ പരേഡ് ചൗക്കിൽ നടന്ന പ്രതിഷേധത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം അത് കത്തിച്ചതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ അതിരൂക്ഷമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടായിരുന്നു പ്രതിഷേധ പ്രകടനങ്ങൾ തെരുവിലിറങ്ങിയത്. വലിയ പോലീസ് സാന്നിധ്യത്തിനിടയിലും സ്ഥിതി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുവാൻ അധികൃതർക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നുവെന്നതും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രതിഷേധം സംഘർഷത്തിലേക്ക് മാറിയത് ഏക സിവിൽ കോഡിൻ്റെ പേരിൽ BJP സർക്കാർ സൃഷ്ടിച്ച സാമൂഹിക അസ്വസ്ഥതയുടെ പ്രതിഫലനമാണെന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉള്ളത്. ഏക സിവിൽ കോഡ് ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തിനെതിരെയാണ് മധ്യപ്രദേശിൽ കർണി സേന തുറന്ന എതിർപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബിൽ പാസ്സായാൽ രാജ്യത്തെ വിവിധ സമുദായങ്ങൾ നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന ആചാരങ്ങളും അതുപോലെ തന്നെ കുടുംബപരമായ നിയമങ്ങളും അതില്ലാതാകുമെന്നും അത് സാമൂഹിക ഐക്യത്തിന് ഗുരുതരമായ തിരിച്ചടിയാകുമെന്നും സംഘടനയുടെ നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തെയും സാംസ്കാരിക വൈവിധ്യത്തെയും വെല്ലുവിളിക്കുന്ന നടപടിയാണ് ഇത് എന്നതാണ് കർണി സേനയുടെ നിലപാട്. മധ്യപ്രദേശിലെ പ്രതിഷേധത്തിനിടെ BJP ജനപ്രതിനിധികൾക്കെതിരെ തുറന്ന ആക്രമണ ഭീഷണിയുമായി സംഘടനയുടെ ജില്ലാ നേതൃത്വം രംഗത്തെത്തിയത് രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഗൗരവം അത് എത്രത്തോളമാണ് എന്നത് വ്യക്തമാക്കുന്നതാണ്. ഏക സിവിൽ കോഡുമായി മുന്നോട്ട് പോയാൽ BJP നേതാക്കളെ വെറുതെ വിടില്ലെന്ന മുന്നറിയിപ്പാണ് കർണി സേന നൽകിയിരിക്കുന്നത്. ഏക സിവിൽ കോഡിൻ്റെ പേരിൽ BJP ജനപ്രതിനിധികൾ ഗ്രാമങ്ങളിലേക്ക് വന്നാൽ അവരെ ഞങ്ങൾ ഓടിച്ചിട്ട് തല്ലും, ചെരുപ്പ് കൊണ്ടടിച്ച് ഗ്രാമങ്ങളിൽ നിന്നും പുറത്താക്കുമെന്നതാണ് കർണി സേനയുടെ ജില്ലാ അധ്യക്ഷൻ കൂടിയായ സന്തോഷ് സിംഗ് കുശ്വാഹ പരസ്യമായി ഭീഷണി മുഴക്കിയിട്ടുള്ളത്. ഭരണകക്ഷിക്കെതിരെ ഇത്തരമൊരു വെല്ലുവിളി ഉയരുന്നത് അപൂർവമായ സംഭവമാണെന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ രംഗത്ത് പലരും പറയുന്നത്. കർണി സേനയുടെ പ്രതികരണം ഒറ്റപ്പെട്ട ഒരു സംഘടനയുടെ പ്രതിഷേധമായി മാത്രം കാണാൻ സാധിക്കുകയില്ല. ഏക സിവിൽ കോഡ് എന്ന വിഷയത്തിൽ BJP സർക്കാർ സ്വീകരിക്കുന്ന സമീപനം അത് മുസ്ലിം സമുദായത്തെയും ക്രിസ്ത്യൻ സമുദായത്തെയും മാത്രമല്ല ആദിവാസികൾ, രജപുത്രർ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനവിഭാഗങ്ങൾ തുടങ്ങി പല സമുദായങ്ങളെയും ആശങ്കയിലാക്കുന്ന ഒരു കാര്യം കൂടിയാണത്. വ്യക്തി നിയമങ്ങളിലൂടെ സംരക്ഷിക്കപ്പെടുന്ന സാമൂഹിക സാംസ്കാരിക പ്രത്യേകതകൾ അത് ഇല്ലാതാക്കുവാനുള്ള ശ്രമമാണ് ഇത് എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ വ്യാപകമായി ഉയരുന്നത്. ഭരണഘടനയുടെ 44-ാം അനുച്ഛേദം ഏക സിവിൽ കോഡിനെ ഒരു നിർദ്ദേശാത്മക തത്വമായി മാത്രമാണ് പരാമർശിക്കുന്നത്. സാമൂഹിക ഐക്യവും പൊതുസമ്മതവും ഉറപ്പാക്കിയ ശേഷം അതിനുശേഷം മാത്രമേ അത്തരം നിയമ നടപടികൾ കൈക്കൊള്ളാവൂ എന്നതാണ് ഭരണഘടന പറയുന്നത്. എന്നാൽ BJP സർക്കാർ ഈ വിഷയത്തെ രാഷ്ട്രീയ ലാഭത്തിനുള്ള ഒരു ആയുധമാക്കി മാറ്റിയെന്നതാണ് പ്രതിപക്ഷവും സാമൂഹിക സംഘടനകളും ആരോപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഘട്ടത്തിൽ ഏക സിവിൽ കോഡ് ചർച്ചകൾ ഉയർത്തി ജനങ്ങളെ മതജാതി രേഖകളിൽ വിഭജിക്കുകയാണ് BJPയുടെ സ്ഥിരം തന്ത്രമെന്ന വിമർശനം അത് ശക്തമായി ഉയരുന്നുണ്ട്. സ്ത്രീ സമത്വത്തിൻ്റെയും നീതിയുടെയും പേരിലാണ് ഏക സിവിൽ കോഡ് അനിവാര്യമെന്ന് BJP വാദിക്കുന്നത്. എന്നാൽ മണിപ്പൂരിലെ ദീർഘകാല കലാപവും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ മൗനം ഈ വാദത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. ഭിന്ദിൽ നടന്ന പ്രതിഷേധം ഏക സിവിൽ കോഡിൻ്റെ പേരിൽ രാജ്യത്ത് വളരുന്ന അസ്വസ്ഥതയുടെ ശക്തമായ സൂചനയായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ജനങ്ങളുടെ വിശ്വാസവും പങ്കാളിത്തവും ഉറപ്പാക്കാതെ ബലപ്രയോഗത്തിലൂടെയും ധ്രുവീകരണത്തിലൂടെയും നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ പോലൊരു ബഹുസ്വര രാജ്യത്ത് ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പാണ് ഈ സംഭവങ്ങൾ നമുക്ക് നൽകുന്നത്. ഏക സിവിൽ കോഡിനെ രാഷ്ട്രീയ അജണ്ടയായി മാറ്റിയ BJP അതിൻ്റെ വില
രാഷ്ട്രീയത്തിലും സാമൂഹിക രംഗത്തും കൊടുക്കേണ്ടി വരുമെന്നുള്ള സന്ദേശമാണ് ഭിന്നിൽ നിന്നും ഉയരുന്നത്.